ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞ ആൽബർട്ട് ഐൻസ്റ്റീൻ. ഭൗതിക ശാസ്ത്രത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമായ നോബൽ സമ്മാനം വാങ്ങിക്കൊണ്ട് തൻ്റെ 27-ാം വയസ്സിൽ സൂര്യശോഭയോടെ ജ്വലിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹത്തെ കാണുവാൻ കുഞ്ഞുങ്ങൾ, യുവതിവാക്കൾ, അധ്യാപകരൊക്കെ എത്തി. എന്നാൽ അധ്യാപകരോട് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു, കുഞ്ഞുമക്കളെ ഉയരങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ആദ്യം ഇതങ്ങ് ചെയ്യുക എന്ന് പറഞ്ഞു. നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ചത്, ഡിഗ്രിക്ക് പഠിച്ചത്, ബി എഡിന് ട്രെയിനിങ് കിട്ടിയത്, പഠിപ്പിച്ച അധ്യാപകരെല്ലാം തൽക്കാലത്തേക്ക് അങ്ങ് മറക്കുക. ഇനി നിങ്ങളുടെ മനസ്സിലെന്തുണ്ടോ അതേ കുഞ്ഞുങ്ങൾക്ക്, യുവതിവാക്കൾക്കും പറഞ്ഞു കൊടുക്കാനാകൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഉദ്ദേശിച്ചത്. അധ്യാപകർ പഠനത്തോടൊപ്പം, കുഞ്ഞുങ്ങൾ പഠനത്തോടൊപ്പം, യുവതിവാക്കൾ പഠനത്തോടൊപ്പം വേണ്ടത് 5 മണിക്കൂറെങ്കിലും സ്വയം പഠനത്തിന്, ശരാശരി 5 മണിക്കൂറെങ്കിലും സ്വയം പഠനത്തിന് വിധേയമാകണം. ഈ സ്വയം പഠനത്തിന് വിധേയമാകുന്നവർ മാത്രമേ ഉയരങ്ങളിലേക്ക് എത്തൂ. അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞത്, വൻമരങ്ങൾക്ക് ആരും വളവും വെള്ളവും കൊടുക്കാറില്ല. അത് അതിൻ്റെ തായ്വേര് മണ്ണിലൂന്നി അതിൻ്റെ മറ്റ് വേരുകളെല്ലാം ശാഖോപശാഖകളായിട്ട് തിരിഞ്ഞ് മണ്ണിൻ്റെ പല ഭാഗങ്ങളിൽ പോയി വെള്ളവും വളവും ശേഖരിച്ചു കൊണ്ടുവരുന്നു. ആ മരങ്ങൾ മാത്രമേ വൻമരങ്ങളാകൂ. ആ വൻമരങ്ങൾ 500-ലധികം വർഷം ജീവിച്ചിരിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും വളവും കൊടുത്ത ചില ചെടികളായി തന്നെ നിൽക്കുകയും 2, 3, 4 ദിവസം കഴിയുമ്പോൾ വെള്ളം കൊടുത്തില്ല എങ്കിൽ അത് വാടിക്കരിഞ്ഞു പോവുകയും ചെയ്യും. ആയതിനാൽ എനിക്ക് പറയുവാനുള്ളത്, കുഞ്ഞുമക്കളെ, ഉയരങ്ങളിലേക്ക് എത്തണമെങ്കിൽ, വിദ്യാഭ്യാസ മേഖലകളുടെ, തൊഴിൽ മേഖലകളുടെ ഉയരങ്ങളിലേക്ക് എത്തണമെങ്കിൽ സ്വയം പഠനത്തിന് വിധേയമാകുക. സ്വയം പഠനത്തിന് വിധേയമായാൽ മാത്രമേ നമുക്ക് ജീവിത വിജയമുള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.